കോൺഗ്രസ്. ഇനി ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കടക്കുമ്പോൾ JDS കോർ കമ്മിറ്റി യോഗം ഇന്ന് ഹുബ്ബള്ളിയിൽ ചേരുന്നുണ്ട്. അശ്ലീല വീഡിയോ വിവാദത്തിൽ വെട്ടിലായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ നടപടി ചർച്ച ചെയ്തേക്കും. പ്രജ്വലിനെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളാണ് പാർട്ടി ആലോചിക്കുന്നത്. ER രാഗേഷാണ് ചേരുന്നത്. രാഗേഷ്, കഴിഞ്ഞ തവണ വലിയ നേട്ടമുണ്ടാക്കിയ സംസ്ഥാനം ആണ്. ഇത്തവണ തെരഞ്ഞെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണല്ലോ ഈ വിവാദം ഉയർന്നു വന്നിട്ടുള്ളത്. അത് വലിയ തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യത കൂടി മുന്നിലില്ലേ? എന്തായാലും കൃത്യമായൊരു നടപടി എടുക്കേണ്ട പശ്ചാത്തലമല്ലേ? മുഖം രക്ഷിക്കാനെങ്കിലും നടപടിയില്ലാതെ മുന്നോട്ട് പോകാനാകുമോ? അഭിലാഷ്, തീർച്ചയായും രണ്ട് ഘട്ടമായാണ് വോട്ടെടുപ്പ് കർണാടകത്തിൽ നടക്കുന്നത്. അതിൽ രണ്ടാം ഘട്ടത്തിൽ കേരളത്തിനൊപ്പം 14 മണ്ഡലങ്ങൾ വിധി എഴുതി. ഇനി മൂന്നാം ഘട്ടത്തിൽ മെയ് 7-ാം തീയതിയാണ് മൂന്നാം ഘട്ടം. മൂന്നാം ഘട്ടത്തിൽ അടുത്ത 14 മണ്ഡലങ്ങൾ കൂടി വിധി എഴുതും. ഏതായാലും കർണാടകത്തെ ഇപ്പോൾ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദം പ്രജ്വൽ രേവണ്ണയുടെ അശ്ലീല വീഡിയോ തന്നെയാണ്. ഇതാണിപ്പോൾ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് BJP JDS സഖ്യത്തെ. കാരണം ഈ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചു. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കർണാടകത്തിലെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇപ്പോൾ ഏതായാലും ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. കോൺഗ്രസും മഹിളാ കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, പ്രത്യേക അന്വേഷണ സംഘം ഈ സംഭവം അന്വേഷണം ആരംഭിക്കുകയും ഈ വീഡിയോയിലുള്ള 4 യുവതികളുടെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ഹാസനിൽ 26-ാം തീയതിയായിരുന്നു വോട്ടെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിലേക്ക് പോയിരുന്നു. അപ്പോൾ ജർമ്മനിയിൽ നിന്ന് മടങ്ങിയെത്തിയാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾക്കും നിലവിൽ സാധ്യതയുണ്ട്. മാത്രവുമല്ല, പാർട്ടിയിലെ 19 MLA-മാരിൽ ഭൂരിഭാഗം പേരും പ്രജ്വലിനെതിരെ നടപടി വേണമെന്നൊരു ആവശ്യം ഇതിനോടകം തന്നെ ദേവഗൌഡയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ HD കുമാരസ്വാമി പ്രജ്വലിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കുമാരസ്വാമിയുടെ ജ്യേഷ്ഠനും പ്രജ്വൽ രേവണ്ണയുടെ അച്ഛനുമായ HD രേവണ്ണ മകനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ചെയ്തത്. കാരണം പഴയ വീഡിയോയാണ്, 4 വർഷം മുമ്പുള്ള വീഡിയോ ആണ് തുടങ്ങിയ ന്യായീകരണമാണ് HD രേവണ്ണ ഉയർത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, രേവണ്ണയ്ക്കെതിരെയും സമാനമായ രീതിയിലുള്ള ആരോപണം ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഹുബ്ബള്ളിയിലാണ് നിർണായകമായ യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ സസ്പെൻഷനോ പുറത്താക്കലോ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നാണ് സൂചന. ഏതായാലും അന്തിമ തീരുമാനം HD ദേവഗൌഡയെ തന്നെയായിരിക്കും. പക്ഷേ നടപടി വേണമെന്നൊരാവശ്യം പാർട്ടിയിലെ ഭൂരിഭാഗം നേതാക്കളും ഒപ്പം തന്നെ സഖ്യകക്ഷിയായി BJPയും ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം വലിയ നേട്ടം BJP പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ വലിയ നേട്ടമുണ്ടാക്കിയ സംസ്ഥാനത്ത് ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിഷയമായി മാറരുത്, പ്രചാരണ വിഷയമായി മാറരുത് എന്ന് JDSനെ BJP ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്.